ഇന്നൊരു പൂക്കള മത്സരമാണ് നമ്മൾ കാണിക്കുന്നത്. 7 പൂക്കളങ്ങളുണ്ടായിരുന്നു. എറണാകുളം വൈപ്പിൻ ഓച്ചന്തുരുത്ത് നിത്യസഹായ മാതാ ദേവാലയത്തിലാണ് ഈ പൂക്കള മത്സരം നടത്തപ്പെടുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 1-2 നമ്പർ ഇട്ടിട്ട് ഓരോ പൂക്കളങ്ങളായിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് 7 പൂക്കളങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ഓരോ ടീമുകളായിട്ട് ഓരോ പൂക്കളത്തിന് മുമ്പിലിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ടീമുകൾ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ അതും ഞാൻ പകർത്തി നമ്മുടെ വീഡിയോയിൽ ഒന്ന് കാണിച്ചാണ് കേട്ടോ. 3 ടീമുകളെ നമുക്ക് ഈ വീഡിയോയിൽ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് ചേർക്കാൻ സാധിച്ചു. അപ്പോഴേക്ക് നമ്മുടെ ജഡ്ജസ് എത്തിയിട്ടുണ്ട്. അവർ പല രീതിയിൽ നമ്മൾ പൂക്കളത്തിന് മാർക്ക് ഇട്ടിട്ടിരിക്കുകയാണ്. പല ആംഗിളിൽ നിന്ന് നോക്കുന്നുണ്ട്, അളവെടുത്ത് നോക്കുന്നുണ്ട്, ഔട്ടർ ഡയ നോക്കുന്നുണ്ട്. അങ്ങനെ പല പോയിന്റുകൾ വെച്ചിട്ടാണ് അവർ നോക്കുന്നത്. അതിനുശേഷം അവർ ഓരോ പൂക്കളത്തിനെ കുറിച്ചും ഓരോ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണ് ഫസ്റ്റ് കിട്ടിയത് സെക്കൻഡ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ ജഡ്ജസ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ പൂക്കളത്തിൻ്റെ കെയർ ഓഫിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, ജഡ്ജസ് പറഞ്ഞാണ്. 1-ാം നമ്പർ പൂക്കളത്തിൽ കളർ കോമ്പിനേഷനിൽ വന്ന കുഴപ്പം കളത്തിനുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഡിസൈനിൽ വന്നിരിക്കുന്ന ഡയമണ്ട് ഡിസൈൻ കളത്തിന് അത്ര ശോഭ കൊടുത്തിട്ടില്ലെന്നാണ് ജഡ്ജസ് പറഞ്ഞത്. 2-ാം നമ്പർ പൂക്കളം കളം മേന്മയുള്ളതാണ്. വൈറ്റ് പൂവിൻ്റെ ഒരു ഫ്രഷ്നെസ് കുറവ് വന്നതോടുകൂടി കളം ഡിമ്മായെന്ന പോലെ തോന്നി. കളം മൊത്തത്തിൽ അതിൻ്റെ പേരിൽ ഫിനിഷിങ് കുറഞ്ഞെന്നാണ് ജഡ്ജസ് പറഞ്ഞത്. മറ്റു കളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കളമാണ് 3-ാമത്തെ കളം. പക്ഷേ അതിൻ്റെ അളവ് അനുസരിച്ച് അല്പം വ്യത്യാസമുണ്ട്. ആശയം നമുക്ക് ആ കളത്തിന് അനിവാര്യമല്ലെങ്കിലും വ്യത്യസ്തമായ കളം നീതി പുലർത്തുന്നുണ്ട്. വലിപ്പത്തിന് വ്യത്യാസം കളത്തിന് അപാകത ഉണ്ടാക്കിയിരിക്കുന്നതാണ് ജഡ്ജസ് പറഞ്ഞത്. ഇനി 4-ാമത്തെ കളത്തിലെ കളർ കോമ്പിനേഷൻ ചില ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുപോലെ തോന്നിയെന്ന് പറയുന്നു. അതുപോലെ ഫിനിഷിങ്ങും ഉണ്ട്, ഡിസൈനും നന്നായിട്ടുണ്ടെന്നാണ് 4-ാമത്തെ കളത്തിനെ കുറിച്ച് ജഡ്ജസ് പറഞ്ഞത്. 5-ാം നമ്പർ കളം ഫിനിഷിംഗ് ഇല്ല, പൂക്കൾ വാരിയിട്ടതുപോലെ മൊത്തത്തിൽ കളത്തിന് യാതൊരു പ്രത്യേകതയും ജഡ്ജസിൽ കാണാൻ സാധിച്ചില്ല എന്നാണ് ജഡ്ജസ് പറഞ്ഞത്. ഇനി 7-ാം നമ്പർ പൂക്കളത്തിലെ വാടാമല്ലി പൂവിൻ്റെ കളർ അനുസരിച്ച് മറ്റു പൂക്കൾക്ക് ശോഭ കൊടുക്കാൻ കളത്തിന് കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജസ് അഭിപ്രായപ്പെട്ടത്. ഇനി 8-ാം നമ്പർ പൂക്കളത്തിൻ്റെ ഡിസൈൻ നന്നായിട്ടുണ്ട്, കളർ കോമ്പിനേഷൻ ഉണ്ട്, ഫിനിഷിംഗ് ഉണ്ട്. ആ കളം മൊത്തത്തിൽ ഭംഗി അർഹിക്കുന്നു എന്നാണ് ജഡ്ജസ് അഭിപ്രായപ്പെട്ടത്. ഇനി ജഡ്ജസിൻ്റെ വാക്കുകളിലേക്ക് പോവാം. ഞങ്ങളുടെ നിഗമനത്തിൽ നമ്പർ 8 ഒന്നാം സമ്മാനവും നമ്പർ 2 തേർഡ് സമ്മാനവുമായിട്ട് 3-ാം നമ്പർ പൂക്കളത്തിൻ്റെ അളവ് കൂടിപ്പോയെന്ന് പറഞ്ഞു പറ്റിയതുകൊണ്ട് തന്നെ നമ്മളത് ചെക്ക് ചെയ്തു. അപ്പോൾ ശരിക്കും 150 സെൻറ്റിമീറ്ററാണ്, അത് 1.5 മീറ്ററാണ് വലിപ്പം വേണ്ടത്. ഇതിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം ഒരു 5 സെൻറ്റിമീറ്റർ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അത് ഡിസ്ക്വാളിഫൈ ആയി പോയത്. അപ്പോൾ അങ്ങനെ 2-ാം സമ്മാനം കിട്ടിയത് 4-ാം നമ്പർ പൂക്കളത്തിനാണ്. ആ പൂക്കളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ 1-ാം സമ്മാനം കിട്ടിയത് 8-ാം നമ്പർ പൂക്കളത്തിനാണ്, ആണിപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.